ഓർത്തഡോക്സ് സഭയുടെ ഈസ്റ്റർ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള ജെറുസലേമിലെ ഹോളി സെപ്പൽക്കർ ബസിലിക്കയിൽ യേശുക്രിസ്തുവിന്റെ ശവകുടീരത്തിൽ നിന്നുള്ള അത്ഭുത അഗ്നി തെളിഞ്ഞു. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ഈസ്റ്റർ ആഘോഷത്തിന്റെ തലേദിവസം നടക്കുന്ന അത്ഭുതകരമായ സംഭവമായി പല വിശ്വാസികളും കരുതുന്ന പുരാതന ആചാരമായ യേശുവിന്റെ സംസ്കാരത്തെയും പുനരുത്ഥാനത്തെയും ഓർമ്മപ്പെടുത്തുന്ന ഹോളി ഫയറിന്റെ ചടങ്ങിനായി കഴിഞ്ഞ ശനിയാഴ്ച വിശ്വാസികൾ ബസിലിക്കയിൽ ഒത്തുകൂടി. ജൂലിയൻ കലണ്ടർ അടിസ്ഥാനമാക്കിയുള്ള ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ. ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂലം വിദേശത്തു നിന്നും തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായതിനാൽ ജനത്തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. മൊത്തത്തിൽ 4200 ആളുകളാണ് ബസിലിക്കയുടെ അകത്ത് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഉണ്ടായിരുന്നത്. കനത്ത പോലീസ് സാന്നിധ്യത്തിൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന ഓൾഡ് സിറ്റിയിലേക്കുള്ള പ്രവേശനം വെള്ളിയാഴ്ച രാത്രി മുതൽ പോലീസ് നിരോധിച്ചിരുന്നു. ബസിലിക്കയ്ക്കുള്ളിൽ നിരവധി മെഡിക്കൽ ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാംഗങ്ങളും ഉണ്ടായിരുന്നു. ഈ ചടങ്ങിന് തുടക്കം കുറിച്ചത് ഏകദേശം 11 മണിയോടെയാണ്. വിശ്വാസികൾ ഉച്ചത്തിൽ പരമ്പരാഗത ഗാനങ്ങൾ ആലപിച്ചതിനു ശേഷം ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് പ്രധാനമായ ചടങ്ങ് നടന്നത്. ജെറുസലേമിലെ മറ്റ് ഓർത്തഡോക്സ് പാത്രിയാർക്കിമാരുടെ പ്രവേശനത്തിനു ശേഷം ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കി തിയോഫിലോസ് മൂന്നാമൻ ബസിലിക്കയിൽ പ്രവേശിച്ചു. എഡിക്യൂൾ എന്ന് പറയപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ ശവകുടീരം ഉൾക്കൊള്ളുന്ന ദേവാലയത്തിന്റെ വാതിലുകൾ വലിയ മെഴുകുകൊണ്ട് സീൽ ചെയ്തതായിരുന്നു. ഗ്രീക്ക് പാത്രിയാർക്കിയുടെ വരവിന് തൊട്ടുമുമ്പ് ഈ സീൽ നീക്കം ചെയ്യുകയും ഒരു വലിയ എണ്ണവിളക്ക് കല്ലറയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 3 പ്രാവശ്യം ഈ ദേവാലയത്തിന് ചുറ്റും വലം വച്ചതിന് ശേഷം പാത്രിയാർക്കീസ് തിയോഫിലോസ് മൂന്നാമൻ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ശവകുടീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഗ്രീക്ക് പാത്രിയാർക്കിസിനെ ഇസ്രായേൽ അധികാരികൾ പരിശോധിച്ചു. ഹോളി ഫയർ ആളിക്കത്തുന്നതിനുള്ള സാങ്കേതിക മാർഗങ്ങളൊന്നും അദ്ദേഹം കൈവശം വെച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു ഇത്. തുടർന്ന് ബസിലിക്കയിലെ എല്ലാ വിളക്കുകളും അണയ്ക്കുകയും അതിനുശേഷമാണ് ഹോളി ഫയർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കല്ലറയ്ക്കുള്ളിൽ എണ്ണവിളക്ക് തെളിയുകയും ചെയ്തു. ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയത്. ഹോളി സെപ്പൽക്കർ ബസിലിക്കയിൽ തെളിയുന്ന ഹോളി ഫയർ പ്രത്യേകമായി ക്രമീകരിച്ച വിമാനങ്ങൾ വഴി ഹോളി ലാൻഡിലെയും ലോകമെമ്പാടുമുള്ള പ്രധാന ഓർത്തഡോക്സ് പള്ളികളിലേക്കും തീജ്വാലകൾ എത്തിച്ചതോടെ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു.